വിശ്വാസത്തിന് വേണ്ടി ഒരു മനുഷ്യന് എത്രത്തോളം വേദന സഹിക്കാൻ കഴിയും? ചുട്ട് പഴുത്ത മണലാരണ്യത്തിൽ നെഞ്ചിൽ കരിങ്കല്ല് കയറ്റി വെച്ചിട്ടും അഹദ് അഹദ് എന്ന് മന്ത്രിച്ച ആ ശബ്ദം ലോകത്തിന് ഇന്നും വിസ്മയമാണ്. സഫാമലയിലെ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം മക്ക ഒരു യുദ്ധക്കളമായി മാറി. നബിതങ്ങളെയും അനുചരന്മാരെയും തളർത്താന് ഖുറൈശികള് ക്രൂരമായ പീഡനമുറകൾ അഴിച്ചുവിട്ടു. അധികാരമില്ലാത്തവർക്കും അടിമകൾക്കുമായിരുന്നു കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. ഹബിഷക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ പഴുത്ത മണലാരണ്യത്തില് നഗ്നനായി കിടത്തി നെഞ്ചില് ഭാരമേറിയ കരിങ്കല്ല് കയറ്റിവെച്ചു. യാസിർ കുടുംബം നേരിട്ട പീഡനം വിവരണാതീതമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ ഇടം പിടിച്ചു. നബിതങ്ങൾക്കും ശത്രുക്കളിൽ നിന്ന് വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു. നിസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ ചീന്ന കുടൽമാല കൊണ്ടിടുകയാണ്. വഴികളിൽ മുള്ളുകൾ വിതറി. എന്നിട്ടും തന്നെ ശപിക്കാൻ ആവശ്യപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ലോകത്തിന് ശാപമായല്ല കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നായിരുന്നു. ആ സഹനമായിരുന്നു മക്കയിലെ ഓരോ വിശ്വാസികളുടെയും കരുത്ത്.